നമ്മൾ പറഞ്ഞു വന്നത് മനുഷ്യന്മാരുടെ കഥയായിരുന്നു അല്ലേ. മനുഷ്യരെങ്ങനെയാണ് ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ ഗോതമ്പും അതുപോലെ തന്നെ നെല്ലും ഒക്കെ. അപ്പോൾ ഗോതമ്പിനൊക്കെ അവർ ഇഷ്ടപ്പെട്ടു, അവർ ഒരുപാട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ക്രോപ്പ് പിന്നെ അഗ്രികൾച്ചറൊക്കെ തുടങ്ങി. ആ രൂപത്തിലാണ് മനുഷ്യന്മാർ എന്ത് ചെയ്തത്, ഒരു സ്ഥലത്ത് സെറ്റിലാവാൻ തുടങ്ങിയത്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ആദ്യ കാലഘട്ടത്തിൽ എന്താ ചെയ്തത്, അവർക്ക് വേണ്ട, അതായത് എനിക്ക് എൻ്റെ പിന്നെ പാരൻസ്, എൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഫാമിലി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഗോതമ്പ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട നെല്ല്, എനിക്ക് വേണ്ട ഫുഡ് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, കൾട്ടിവേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ എന്തുണ്ടായി, പിന്നെ ഈ പറഞ്ഞതുപോലെ ഫാമിലി കൂടി ചേർന്ന് ഒരു ഗ്രാമങ്ങളുണ്ടായി, വില്ലേജസ് ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ വലിയ കൺട്രീസൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മളിപ്പോൾ ഒരു കർഷകൻ അയാളുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണോ പിന്നെ അഗ്രികൾച്ചറിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, മറിച്ച് നമ്മൾ ഇന്ന് വലിയൊരു രാജ്യമാണ് അല്ലേ. അതിൽ പല തരത്തിലുള്ള പല രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഫുഡ് വേണം. അപ്പോൾ അവിടെയാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രസക്തമാകും. നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കാം, നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യമായി ഇന്ത്യയിൽ ഏകദേശം 138 crore പീപ്പിൾ ഉണ്ട്. 138 crore ഉണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ മാത്രം. അപ്പോൾ ഈ 138നും എന്തുണ്ട്, ദേ നീഡ് ഫുഡ്. അവർക്ക് എല്ലാവർക്കും ഫുഡ് വേണം അല്ലേ. 138 crore പീപ്പിൾസിനും എന്ത് വേണം, ഫുഡ് വേണം. അപ്പോൾ അവിടെ എന്ത് വേണം, നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഈസ് നീഡഡ്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട്, ഇത്രയും വലിയൊരു രാജ്യമാണ്, 138 crore ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കണം അല്ലേ. ആ ഫുഡ് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ വീറ്റ് ഒക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് അല്ലേ. അപ്പോൾ 138 crore വേണ്ട ഫുഡ് വെറും അരി മാത്രം തിന്നാൽ നമുക്ക് മതിയാകുമോ, അല്ലെങ്കിൽ വെറും ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ തിന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പോൾ പലതരത്തിലുള്ള ക്രോപ്പുകൾ ഉണ്ടാകും. അത് പല സ്ഥലങ്ങളിലാണ് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ സാധിക്കുക. ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫാൾ വേരി ഫ്രം വൺ റീജിയൻ ഫ്രം അനദർ. അതായത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, അതായത് പല തരത്തിലുള്ള ഓരോ സ്ഥലത്തും. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരു ക്ലൈമാറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതേപോലെയല്ല നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിൽ പോയാൽ അവിടെ ഭയങ്കര തണുപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ വേറെ ഇവിടെ കേരളത്തിലാണ് നല്ല മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലം, ഇപ്പോൾ രാജസ്ഥാനിൽ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര ചൂടാണ്. അതേപോലെ ജമ്മു കാശ്മീരിൽ പോയാൽ അവിടെ ഭയങ്കര തണുപ്പാണ്. ഹരിയാനയിൽ പോയാൽ അവിടെ വേറെ ക്ലൈമറ്റാണ്. അങ്ങനെ പല തരത്തിലുള്ള ക്ലൈമറ്റാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ. അപ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ പല ക്ലൈമറ്റാണെന്ന് മാത്രമല്ല, ഈ പ്ലാന്റ്സിന് വളരാനും ഇതേപോലെയുള്ള കണ്ടീഷൻസ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായി നെൽകൃഷിയാണ് അല്ലേ. നമ്മൾ ഭയങ്കര വലിയ നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്, കേരളത്തിൻ്റെ ക്ലൈമറ്റിന് നല്ലത് എന്താണ്, ഈ നെൽകൃഷിയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഏതെങ്കിലും UP-യിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ പഞ്ചാബിലോ ഒക്കെ പോയാൽ നമുക്ക് നെൽകൃഷിയേക്കാൾ കൂടുതൽ വേറെ കൃഷികളാണ് കാണാൻ സാധിക്കുക. അത് എന്തുകൊണ്ടാണ്, അത് അവിടെയാണ് പറഞ്ഞത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, റെയിൻഫാൾ, ഇതൊക്കെ പല സ്ഥലങ്ങളിൽ പല രൂപത്തിലായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പല തരത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക്, പല തരത്തിലുള്ള അഗ്രികൾച്ചർ ആയിരിക്കും നമുക്ക് സാധ്യമാകുക. റിച്ച് വെറൈറ്റി ഓഫ് ക്രോപ്പ് ബീഫ് ഗ്രോൺ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പല രൂപത്തിലുള്ള ക്രോപ്സ് ആയിരിക്കും, പല രൂപത്തിലുള്ള ക്രോപ്സ് ആയിരിക്കും നമുക്ക് പ്ലാന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്രോപ്സ് നമ്മൾ പ്ലാന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം അല്ലേ. രണ്ട് തരത്തിൽ ഈ സീസൺസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് റെയിനി സീസൺ, വിൻ്റർ സീസൺ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് രൂപത്തിലായിക്കൊണ്ട് ക്രോപ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിർബന്ധമായി നമ്മൾ എക്സാമിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ത്, 2 broad ക്രോപ്പിംഗ് പാറ്റേൺസ് ബേസ്ഡ് ഓൺ സീസൺ. സീസണിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ടൈപ്പ് ബ്രോഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അതാണ് ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. ഖാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. ഖാരിഫ്, റാബി, ഓക്കെ അല്ലേ. ഇനി എന്തൊക്കെയാണ് ഈ ഖാരിഫ് ക്രോപ്പ്? സീസൺ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഏതാണ് ഈ ഖാരിഫ് ക്രോപ്സ്? ഏത് സീസണിലാണ്? റെയിനി സീസൺ. ഖാരിഫ് ക്രോപ്സ് ഏത് സീസണിലാണ്? റെയിനി സീസൺ. അപ്പോൾ റാബി ക്രോപ്സോ വിൻ്റർ സീസൺ. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. അതായത് ഖാരിഫ് ക്രോപ്സ്,
റെയിനി സീസൺ. അപ്പോൾ ഈ റെയിനി സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഏത് പീരീഡ് ആയിരിക്കും നമുക്കറിയാലേ? ഏകദേശം ജൂണിലാണ് നമ്മൾ മഴ തുടങ്ങുന്നതായിട്ട് നമ്മൾ പറയല് അല്ലേ? ജൂൺ ടു സെപ്റ്റംബർ, ഏകദേശം ഒരു സെപ്റ്റംബർ വരെ നമുക്ക് റെയിനി സീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഖാരിഫ് ക്രോപ്സ് ഏത് സീസണിലാണ് റെയിനി സീസൺ. ആ റെയിനി സീസൺസ് പൊതുവെ ഏത് മന്ത് മുതലാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതേപോലെ റാബി ക്രോപ്സ് വിന്റർ സീസണിലാണ്. വിന്റർ സീസൺ പൊതുവെ ഏതാണ്? ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് പൊതുവെ നമ്മുടെ വിന്റർ സീസൺ കാണാൻ സാധിക്കുക. ഇനി ഏതൊക്കെയാണ് ഈ ഖാരിഫ് ക്രോപ്സ്, അതായത് റെയിനി സീസണിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ഒന്ന് പാഡി. നമുക്കറിയാം അല്ലേ? നമ്മുടെ നാട്ടിലുള്ള, നമുക്ക് പെട്ടെന്ന് ഖാരിഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് ഓർമ്മിച്ചാൽ മതി, കേരളത്തിനെ കുറിച്ച് ഓർമ്മിച്ചാൽ മതി. എന്താ, ഇവിടെ റെയിനി സീസണൊക്കെ വളരെ നന്നായി പോകുന്നതായതുകൊണ്ട് ഇവിടെ എന്താണ്, നമുക്ക് ഇപ്പോൾ പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോയാൽ വലിയ പാടങ്ങളൊക്കെ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ റെയിനി സീസണിൽ നമുക്ക് ഉള്ള ക്രോപ്സ്, ഖാരിഫ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ഏതാണ്? നമ്മുടെ നെൽകൃഷിയാണ്, അതായത് പാഡിയാണ്. അതുപോലെ തന്നെ മെയ്സ്, സോയാബീൻ, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട് ആൻഡ് കോട്ടൺ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 1, 2, 3 ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒന്ന് നമുക്ക് പാഡി നിർബന്ധമായിട്ട് ഓർമ്മിക്കാം, നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതായതുകൊണ്ട് നെൽകൃഷി. അതുപോലെ തന്നെ കോട്ടൺ, അതുപോലെ തന്നെ ഏതെങ്കിലും മെയ്സ് അല്ലെങ്കിൽ സോയാബീൻ. ഈ ഒരു ഏതെങ്കിലും 1, 2, 3 എക്സാമ്പിൾസ് നമ്മൾ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കുക. അപ്പം ഏതാണ്? ഖാരിഫ് ക്രോപ്സ് റെയിനി സീസണിലാണ്. അത് പൊതുവെ ജൂൺ ടു സെപ്റ്റംബർ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇത്: പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട് നട്ട് ആൻഡ് കോട്ടൺ. ഇനിയോ റാബി ക്രോപ്സ് ഏതായിരുന്നു? വിന്റർ സീസൺ ഒക്ടോബർ ടു മാർച്ച്. ഓക്കെ, അതിൻ്റെ മെയിൻ എക്സാമ്പിൾ വീറ്റ്, നമ്മുടെ ഗോതമ്പ്. നമുക്കറിയാലോ അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ വല്ലാതെ വീറ്റ് കാണാറില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നോർത്തേൺ റീജിയൻസിലൊക്കെ നമ്മൾ വീറ്റ് വല്ലാതെ പ്ലാന്റ് ചെയ്യുന്നത് കാണും. കാരണം എന്താ, അവിടെയുള്ള വിന്റർ സീസൺ ആ രൂപത്തിൽ, അതിന് അനുയോജ്യമായ രൂപത്തിലാണ്. വീറ്റ്, അതുപോലെ തന്നെ ഗ്രാം, പീ, മസ്റ്റാർഡ് ആൻഡ് ലിൻസീഡ്. ഇതാണ് ഇതിൻ്റെയും ഏകദേശം 1, 2, 3 എക്സാമ്പിൾ നമ്മൾ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കുക. വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ്. പീയും മസ്റ്റാർഡും വീറ്റും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് സീസണിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം പ്രധാനമായും 2 ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അത് ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ സീസൺ ഏതാണ്, അതിൻ്റെ മന്തും കൂടി ഓർമ്മിച്ച് വെച്ചാൽ മതി, ബാക്കി നമുക്ക് എഴുതാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീസണിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം.